ഹലോ നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. കണ്ണൻകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര അവനത് മാക്സിമം അവൻ എൻജോയ് ചെയ്യും. ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് പോലെ ആ മാക്സിമം എൻജോയ് ചെയ്യും. നമ്മളൊരു ടൂറൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിയും ജാനിയൊക്കെ ആണെങ്കിലൊക്കെ അവർ ഒരു സമയം കഴിഞ്ഞ് അവർ ഉറങ്ങും. പക്ഷെ കണ്ണൻ ഉറങ്ങില്ല. അവൻ മാക്സിമം അതൊക്കെ എൻജോയ് ചെയ്തിട്ട് അവൻ ആ യാത്ര കംപ്ലീറ്റ് ആക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ കണ്ണൻകുട്ടി വലിയതായി അവനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും യാത്ര പോകാമെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ എന്നല്ല, കൈ കടയ്ക്കും ഒക്കെയാണ്. ഇപ്പോൾ 11 വയസ്സാണ് കണ്ണനാവുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവനെ എടുത്തപ്പോൾ ആരൊക്കെയോ ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കയ്യിൽ ഒതുങ്ങാത്ത കുഞ്ഞിനെയും എടുത്ത് വീഡിയോ ചെയ്യുന്ന ഒരമ്മ എന്നൊക്കെയുള്ള രീതിയിൽ. ശരിയാണ്, എനിക്ക് അവനെ കയ്യിൽ ഒതുങ്ങുന്നില്ല. അവൻ വലിയ കുട്ടിയായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ അവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ പോകുന്നു, അവൻ്റെ സന്തോഷങ്ങൾക്കനുസരിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടി മാത്രമാണ്. അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധമുള്ളവരെടുത്ത് മാത്രമേ നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാ ജീവിത സൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളുമായിട്ട് ജീവിക്കുന്ന അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ തന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം എനിക്കറിയാവുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണൻ്റെ പോലെ തന്നെ ഉള്ളൊരു കൊച്ചിൻ്റെ അമ്മ എന്തൊക്കെയോ നമ്മളെ ഭയങ്കര മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് അവർ കേട്ടു എന്നൊക്കെ പറഞ്ഞു. ഏതോ ഇതുപോലെയുള്ളൊരു ചാനലാണ്, ചെറിയ എന്തോ ചാനലിലാണ്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ വീഡിയോസുകളൊന്നും കാണാനായിട്ട് സമയമില്ല. ഞാൻ ആരുടെയും വീഡിയോസ് കാണാറില്ല, യൂട്യൂബിലൊന്നും ഒട്ടും കാണാറില്ല. പിന്നെയും ഇൻസ്റ്റയിലാണ് റീൽസൊക്കെ കണ്ടുപോവുക. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ എനിക്കറിയില്ല, അവർക്കും അറിയില്ല നമ്മളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നൊന്നും അറിയില്ല. പിന്നെ അവർക്ക് നമ്മളെപ്പറ്റി അങ്ങനെയൊന്നും പറയേണ്ട കാര്യമുള്ളതായിട്ട് നമുക്ക് അറിയില്ല. കാരണം എനിക്കൊരു രീതിയിലും അറിയാത്ത ആളുകളാണെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ആരാന്നറിയില്ല കേട്ടോ. ആരാന്നറിയെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞായിരുന്നു ഇന്ന ചാനലിലാണ് ഇന്ന ആളാണ് പറഞ്ഞതെന്ന്. അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ മോനെ നോക്കുന്നില്ല, ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിട്ടേക്കാണ്. പിന്നെ എന്താ പറയുക, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് നമ്മളുടെ അടുത്ത് ശത്രുതയുണ്ട്, ദേഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്, ഞാൻ ഒരാളെയും അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ അതും എടുത്ത് പറയും, അങ്ങനെ ഒരാൾക്ക് നമ്മളുടെ അടുത്ത് ദേഷ്യമുണ്ട് നമുക്കത് പറയാം. പക്ഷേ എനിക്കങ്ങനെ അറിഞ്ഞിട്ടല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്, ഞാൻ അല്ലാണ്ട് ഒരാളെ ഉദ്ദേശിച്ചൊന്നുമല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് റിപ്ലൈ എന്നുള്ള പോലെ ആരോ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതിന് എന്തെങ്കിലും അസൂയ ശത്രുതയൊക്കെ ഉള്ള ആളായിരിക്കാം. അതാരാന്ന് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുകയാണ്, ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരതിലിങ്ങനെ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് നമ്മളുടെ സബ്സ്ക്രൈബർ തന്നെ ഒരാൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് എന്താണ്, എനിക്ക് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾ പറഞ്ഞത്, വേണ്ട സ്വാതി, നീ അത് കണ്ടിട്ട് അത് കേട്ടിട്ട് വിഷമിക്കേണ്ട. കാരണം അത് നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെക്കാളും നമുക്ക് വിഷമം തോന്നുക നമ്മളുടെ അതേ അവസ്ഥയിലുള്ള ഒരു അമ്മ തന്നെ നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം അല്ലേ. അതുപോലെയുള്ള ഒരു അമ്മ തന്നെ ഇപ്പം നമ്മൾ ഒരു 10 മിനിറ്റത്തെ വീഡിയോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റത്തെ വീഡിയോ കാണുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത് ആ അമ്മയ്ക്കും അറിയുന്നതായിരിക്കാം അല്ലേ. അപ്പോൾ എന്നിട്ട് അങ്ങനെയുള്ള അമ്മമാരൊക്കെ തന്നെ നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ടല്ലോ, അത് സ്വാതിക്ക് വേണ്ട. അതുകൊണ്ട് എന്തൊക്കെയാണ് അതിലും അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്നാണ് എൻ്റെ അടുത്ത് ആ സബ്സ്ക്രൈബർ പറഞ്ഞത്. അപ്പോൾ അവരതിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കണ്ണനെ കണ്ടിട്ട് അവർക്ക് പാവം തോന്നിയെന്ന്. എവിടെ വെച്ച് കണ്ണനെ കണ്ടിട്ടുണ്ട് എന്ന് പറയണു അവർക്ക് കണ്ണനെ കണ്ടിട്ട് ഒരുപാട് പാവം തോന്നിയെന്ന്. ശരിയാണ്, കണ്ണന് തീരെ വണ്ണമില്ല, അവൻ മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അവന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് നേരം ഇരുന്നാലാണ് അവന് ഇറക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവനുണ്ട്. നമ്മൾ എത്രയൊക്കെ തന്നെ അവന് വണ്ണം വെപ്പിക്കാനായിട്ട് ഭക്ഷണം നമ്മൾ എങ്ങനെ കൊടുക്കാൻ നോക്കിയാൽ അവന് ചിലപ്പോൾ അത് നമ്മൾ സാധാരണ ഒരാൾ കഴിക്കുന്നത് പോലെ ഉരുട്ടി വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് കഴിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ പറയുന്ന ആളുകളുടെ മക്കളൊക്കെ ചിലപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്ക് നമ്മളെ കുഞ്ഞിനെ കാണുമ്പോൾ പാവം തോന്നും ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇരുന്നൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പറ്റുമെന്നൊരു അഹങ്കാരം കൂടിയല്ല അവരതിൽ കൂടെ പറയുന്നത്. നമ്മളുടെ കുഞ്ഞിന് അതിന് പറ്റാത്തത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ മെലിഞ്ഞിരിക്കും. നമ്മൾ കൊടുക്കാതെയാണോ? ഏതെങ്കിലും ഒരു അമ്മ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുമോ, നോക്കാതിരിക്കുമോ?
എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമൂഹമുണ്ട്. പക്ഷേ എന്താ പറയുക, അമ്മയായിട്ട് ശരിക്കും അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇവർ കണ്ണനെ കാണുമ്പോൾ പാവം തോന്നുന്നു, അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തൊക്കെ പറയുമ്പോൾ അവരുടെ കുഞ്ഞിന് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നതൊക്കെ അവരുടെ ഒരു അഹങ്കാരമായിട്ടല്ല അവരൊക്കെ അങ്ങനെ പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായിട്ടോ. ഇതാരാന്ന് അറിയുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നേരിട്ട് ഞാൻ പോയി ചോദിക്കുമായിരുന്നു, എന്തിനാണ് നിങ്ങളിങ്ങനെ വീഡിയോയിൽ ഇതൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നത് എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു മൂലയ്ക്ക് ഇട്ടേക്കാണോ, ട്രീറ്റ്മെൻറ്റുകൾ ശരിയായിട്ട് കൊടുക്കുന്നില്ല. ഇവർക്കൊക്കെ എന്നെ പേഴ്സണലി അറിയുമെങ്കിൽ എനിക്കൊരു വിഷയമില്ല. എന്നെ പേഴ്സണലി അറിയുന്ന ഒരാളാണ് എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ എനിക്കൊരു വിഷയവുമില്ല. ഈ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ടൊക്കെ വന്ന് പറയാമെന്ന് പറയുന്നത് എത്ര മോശമായിട്ടുള്ള കാര്യമാണല്ലേ. അവർക്കൊന്നിനും സമയമില്ല എന്നും അവർ പറയുന്നു. എല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങളും പോയിൻറ്റുകളായിട്ട് ഈ ഒരു സബ്സ്ക്രൈബർ നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുമ്പോഴേ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ അതൊന്നും പബ്ലിക്കായിട്ട് ഇടണ്ട. എനിക്ക് തന്നെ അത് കാണുമ്പോൾ വിഷമാവുക ചെയ്യുന്നത്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് ദ്രോഹമാണ്, എനിക്ക് അറിയും കൂടി ഇല്ലാത്ത ആളുകളാണ് എനിക്ക് യൂട്യൂബേഴ്സായിട്ട് നമ്മളുടെ ഇതുപോലെ നിൽക്കുന്നതിലേക്ക് 2 പേരെയാണ് എനിക്ക് പേഴ്സണലി അറിയുള്ളൂ. വേറെ ആരും എനിക്ക് അങ്ങനെ 2-3 പേരെയാണ് എനിക്ക് പേഴ്സണലി അറിയുള്ളൂ. 3 പേരെയാണ് എനിക്ക് പേഴ്സണലി അറിയുള്ളൂ. അതിൽ കൂടുതൽ ആളുകൾ എനിക്ക് ഒരു രീതിയിൽ എനിക്ക് അറിയില്ല. എന്നിട്ടും പിന്നെ നമ്മളൊട്ടും അറിയാത്ത ആളുകൾ വെറുതെ നമ്മളുടെ വീഡിയോസ് കണ്ട് അതിൽ നിന്ന് നമ്മളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്ന വാക്കുകളെടുത്ത്, അല്ലെങ്കിൽ നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്തിനാണ് നമ്മളുടെ ഇപ്പോൾ കണ്ണനെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പാവം തോന്നി അങ്ങനെയൊക്കെ പറയുന്നത്. അവൻ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട്, സാധാരണ കുട്ടികൾ കഴിക്കാൻ പറ്റുന്നത് പോലെ അവന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ മെലിഞ്ഞിരിക്കുന്നത്. അവന് കഴിക്കണം ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവുക. 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ, ഞാൻ പറയാറുണ്ടല്ലോ, 1 മണിക്കൂറൊക്കെ ഇരുന്നാലാണ് ഒരു പക്ഷേ ചിലപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പറ്റാറുള്ളത്. അപ്പോൾ അതൊക്കെ അവന് പറ്റാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ പറ്റുന്നുള്ള അഹങ്കാരമല്ലേ അവരിങ്ങനെയൊക്കെ പറയുന്നത്. ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളുടെ ഈ അവസ്ഥകളൊന്നും അറിയാത്ത ഒരമ്മ അങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ. കാരണം അവർക്കത് മനസ്സിലാവില്ല. പക്ഷെ നമ്മളുടെ ഈ സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾ അങ്ങനെ പറയുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അസൂയാന്നോ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് നമ്മളെടുത്ത് അങ്ങനെ ആളുകൾക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ അതിനൊരു തെളിവല്ലേ. നമ്മളല്ലെങ്കിൽ ആരെയോ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്ലൈ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നത്. എനിക്ക് അവരോട് ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പറയണ ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ട്. ഞാനൊരാളുടെയും വീഡിയോസ് കാണാറില്ല. അത് കാരണം എനിക്ക് അറിയില്ല അത് ആരാണെന്ന് എന്താണെന്നൊന്നും. പക്ഷേ ഇത് പറഞ്ഞ ആൾക്കും ചെയ്ത ആൾക്കും ഇത് കാണുമ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെന്നെങ്കിലും ഒന്ന് ചിലപ്പോൾ തോന്നുകയാണെങ്കിൽ ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് സമൂഹത്തിനും അറിയില്ല. നമ്മൾ ഈ ഇടുന്ന 5-10 മിനിറ്റത്തെ വീഡിയോയിലല്ല നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്കതൊരു വിഷയമേ അല്ല. കാരണം നമ്മളുടെ ഒരു മനസാക്ഷിയുണ്ട്. നമ്മൾക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോസിലൂടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ലൈഫൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ആർക്കും അറിയില്ല ഞാൻ ഏതാണെന്നൊന്നും. ഒരു പബ്ലിക്കിനും അറിയുന്ന കാര്യങ്ങളല്ല. നമ്മളെ മാത്രമാണ് ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഒന്നും എന്നെ ബാധിക്കാനും പോകുന്നില്ല. എന്നാലും ഞാനിങ്ങനെ എനിക്ക് വേറൊരു നെഗറ്റീവ് കമൻറ്റ് കേൾക്കുന്നത് പോലെയല്ല. ഇതിപ്പോൾ ആരാണെന്ന് അറിയില്ല എങ്കിലും അങ്ങനെ ഒരു അമ്മ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു കണ്ടൻറ്റിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേരുടെ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ പൂട്ടിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? അവർ പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്തതിന്. അത് പറഞ്ഞും കൊണ്ട് ഒരുപാട് പേര് ഈ യൂട്യൂബേഴ്സിന് എതിരൊക്കെ ആയിട്ട് കുറേ വീഡിയോസുകൾ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഒരുപാട് റീച്ച് ആയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഇട്ടവർക്ക് എന്ത് കാര്യമാണ് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ഇടേണ്ടത്? അവർക്കൊരു കണ്ടൻറ്റ്. ഇപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും ഓരോ പോയിൻറ്റുകളും എടുത്ത് ഓരോരുത്തർ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടൻറ്റ് ക്ഷാമമാണ്. അതുകൊണ്ട് അവർ ഓരോ കണ്ടൻറ്റാക്കി മാറ്റുകയാണ് നമ്മളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾ. അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒട്ടും നേരമില്ലാത്ത ആളുകളാണെങ്കിൽ കൂടെ നമ്മളെ ഇങ്ങനെ വായിൽ നിന്ന് വീഴുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ വീഡിയോ ആക്കി ഇടാനായിട്ട് അവർക്ക് നേരമുണ്ട്. അവർക്ക് മക്കളെ നോക്കാൻ പോലും നേരമില്ലെന്ന് പറയുന്ന ആളുകൾക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് വീഡിയോ ഇടാൻ മാത്രം നേരമുണ്ട്. ഞാൻ ഇന്ന് വരെ ഞാൻ ആകെ ഒരേ ഒരു കാര്യമാണ് നമ്മളുടെ വീഡിയോയിൽ വന്നിട്ട് ഒരു നെഗറ്റീവായിട്ട് ഒരാളെ പറ്റി, ഞാനൊരു പേഴ്സണെ പറ്റിയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ അതിൽ ചെറിയൊരു ഒരു തൃപ്തി കുറവ് തോന്നിയെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അത് അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു പേഴ്സണെ പറ്റിയിട്ട് ഞാൻ എടുത്ത് പറയുകയുണ്ടായിരുന്നു. പക്ഷേ അത് അപ്പം തന്നെ എനിക്ക് തോന്നി വേണ്ട, എന്തിനാണ് ഒരാളെ വെറുതെ നമ്മളങ്ങനെ മോശമാക്കിയൊന്നും പറയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു, നമ്മൾക്കത് തൃപ്തി തോന്നിയില്ലേ നമ്മളത് നിർത്തി എന്ന് വിചാരിച്ചിട്ട് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. നമ്മൾക്ക് ചില സമയത്ത് നമുക്കൊരു എടുത്തുചാട്ടം അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അപ്പം നമ്മൾക്ക് തോന്നുന്ന നമ്മളുടെ എല്ലാ വികാരങ്ങളും നമ്മൾ ചിലപ്പോൾ പുറത്ത് കാണിച്ചു എന്ന് വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും വേണ്ടായിരുന്നു, എന്തിനാണ് ഒരു മനുഷ്യനെ നമ്മൾ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണുള്ളത്. അദ്ദേഹം ആ ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ ജീവിച്ച് പോയിക്കോട്ടെ. നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ പെട്ടെന്ന് തന്നെയുള്ളൊരു ആവശ്യത്തിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു തോന്നും. പക്ഷേ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുക വേണ്ടായിരുന്നു, എന്തിനത് ഒരാളെ മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആകെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരാളെ വേദനിപ്പിച്ചിട്ട് ഞാനൊരു നമ്മുടെ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ്. അത് എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാനത് നിർത്തിയത് അത്രയേ ഉള്ളൂ. അത് പക്ഷേ എനിക്ക് അത്രയും വിശദീകരിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് വേണ്ടാന്ന് തോന്നി ഞാനത് അവിടെ വിടുകയും ചെയ്തു. അല്ലാതെ നമ്മുടെ ചാനലിൽ ഞാൻ ഒരാളെയും മോശമായിട്ട് ഞാൻ ഇന്ന് വരെ പറഞ്ഞില്ല. അങ്ങനെയുള്ള നമ്മൾക്കൊക്കെ എതിരായിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ സത്യത്തിൽ വിഷമല്ല, ഒരു തരം സഹതാപമാണ് അവരുടെ അടുത്തൊക്കെ തോന്നുന്നത്. നമുക്ക് അങ്ങനെ വിഷമമൊന്നും തോന്നുന്നില്ല, പക്ഷെ അവരോടൊരു സഹതാപം, അങ്ങനെ ആളുകളുണ്ടല്ലോ എന്നൊരു സഹതാപം. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനും കാണാനും മുന്നോട്ട് തന്നെയാണ്. എനിക്ക് ജീവിക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്തേ മതിയാകൂ. കാരണം ആദ്യം ഞാനും കണ്ണനും ചേട്ടനും മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ്റെ ചെറിയ തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ജീവിച്ച് പോകാമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കല്യാണം കൂടി ഉണ്ട്, ജീവിത ചിലവുകൾ വർഷം തോറും കൂടിയാണ് വരുന്നത്. കണ്ണന് വയ്യ അല്ലെങ്കിൽ നോർമൽ ഒരു കുഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ മടി പിടിച്ച് ചടഞ്ഞും കൂടി വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എന്താണെങ്കിലും എനിക്ക് ചെയ്യും. അതിന് എൻ്റെ കണ്ണനും എൻ്റെ കൂടെ സപ്പോർട്ടാണ്. അപ്പോൾ കണ്ണൻ ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയും കണ്ടോ അതിന് ഫുഡൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഇതേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാം. എത്ര തന്നെ ഫുഡ് കൊടുത്താലും ഒരു ലിമിറ്റ് വിട്ട് കണ്ണന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് ബോഡിയിൽ പിടിക്കില്ല. അപ്പോൾ തന്നെ അവനെ ഛർദ്ദിച്ച് പോകും. ചിലപ്പോൾ അവന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഞാനപ്പോൾ വിശക്കണം തോന്നുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ടൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നേരം അങ്ങനെ എടുത്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ വയറ്റിൽ പിടിക്കില്ല, അവനെ ഛർദ്ദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സാധാരണ കൊടുക്കുന്ന അളവിൽ തന്നെ കൊടുക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ അഡ്നോയിഡിൻ്റെ പ്രശ്നമുണ്ട്, മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ വായക്കൂടെയാണ് ശ്വാസം എടുക്കുക. അവനപ്പോൾ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കുറേ പ്രാവശ്യം എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് മറ്റേ ട്യൂബ് ഇടാം, ഫീഡിങ്ങിന് ട്യൂബ് ഇടാം ന്യൂമോണിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത്. പക്ഷേ എനിക്ക് ഏറ്റവും അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മൂക്കിൽ ട്യൂബ് ഇട്ടിട്ട് ഫീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്രയും ഫുഡിൻ്റെ കാര്യത്തിൽ അത്രയും ബുദ്ധിമുട്ടുകൾ അവനുണ്ട്, കഴിക്കാനും കൊടുക്കാനും ഒക്കെ അവനുണ്ട്. അല്ലാതെ നമ്മൾ കൊടുക്കാതെയോ കഴിക്കാതെയോ എൻ്റെ ഇവിടെ ഹസ്ബൻഡൊക്കെ എപ്പോഴും പറയും കല്യാണിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല നല്ല ഫുഡുകളൊന്നും അങ്ങനെ നമ്മളിപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് ഇപ്പോൾ കുറുക്കും അതൊക്കെ കഴിക്കുന്ന സമയം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഫുഡാണോ അതാണല്ലോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. കല്യാണിക്കൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. പക്ഷെ കാണാൻ ഞങ്ങളിപ്പോൾ 10-11 വർഷമായിട്ട് അവനെല്ലാം സ്പെഷ്യലാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറ് അവന് ആകെ ഒരു നേരമാണ് കൊടുക്കുന്നത്. പിന്നെ രാവിലെ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കും. പിന്നെ അവന് കൊടുക്കുന്നതെന്നും പറഞ്ഞാൽ മുഴുവൻ അവന് സ്പെഷ്യലാണ്. കുറുക്കുകളാണെങ്കിലും അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ അവനൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ മേടിച്ച് വയ്ക്കുക. അപ്പോൾ അതുപോലെ അവന് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ശരീരത്തിൽ പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവനത് കഴിക്കാൻ പറ്റാത്തത്. പിന്നെ അവന് വർത്തമാനം പറയാൻ പറ്റാത്ത കുട്ടിയാണ്. അവൻ്റെ ഇവിടുത്തെ തൊണ്ടയിലേക്കുള്ള നെർവുകളൊക്കെ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അവന് ഫുഡ് ഇറക്കുന്നതിലാണെങ്കിലും സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്നതിലാണെങ്കിലും ഒക്കെ അവന് ഉണ്ടാവും. എന്ന് വെച്ച് ഞാനിവിടെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവായിട്ട് ആ കൊച്ചിനെ നോക്കണ്ട, അത് ഇരിക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ കോലം കണ്ടില്ലേ, അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് എനിക്കതൊരു വിഷയമേ ഇല്ല. എനിക്കറിയാം ഞാൻ അവൻ എങ്ങനെയാണ് നോക്കുന്നതെന്നും അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്നും അവന് വേണ്ടി ഞാൻ എത്ര ടൈമാണ് എൻ്റെ ഓരോ ദിവസങ്ങളിൽ ഞാൻ മാറ്റി വയ്ക്കുന്നതെന്നും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനും ഫ്രീ ആയിരിക്കുന്ന ഞാനും ഫ്രീ ആയിരിക്കുന്നില്ല. ഞാൻ റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങളിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊന്നും എനിക്കൊരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വിഷമം കൊണ്ടല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നവരുള്ളൊരു സഹതാപം കൊണ്ട് മാത്രമാണ്. എന്നിട്ടും നമ്മൾക്ക് നമ്മളെ
മനസ്സിലാക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്, സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. അതാണ് ഞാൻ ഇതുവരെ നേടിയെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതിലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മനസ്സിലാക്കാനുണ്ട്. നമ്മളെന്താണ്, നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ മനസ്സിലാക്കുന്നവർ മതി നമ്മളുടെ കൂടെ, അല്ലേ? അവർ മാത്രമേ നമ്മളുടെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ നെഗറ്റീവ്സ് പറയാനായിട്ട് ആർക്കപ്പം നമ്മൾ എന്തൊരു വലിയൊരു കാര്യം ചെയ്താൽ പോലും അതിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ആൾക്കാരുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിനോട് നമുക്കൊന്നും തന്നെ പറയാനില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ഈ വർഷത്തെ സൂപ്പർ മോമിനുള്ളതും അതുപോലെ ബെസ്റ്റ് സ്മൈൽ ഓഫ് ദ ഇയർ എന്നുള്ള ഒരു അവാർഡ്, 2 അവാർഡ് എനിക്കും കാണാനായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ്ങിൻ്റെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയുള്ള കാര്യമാണ്. എനിക്കറിയില്ല, നമ്മളുടെ ഇങ്ങനെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ്, കണ്ണിന് വയ്യ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയ്യാതിരിക്കുകയാണ്, നമ്മൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കാണാനും അതൊക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാവരും അല്ലാട്ടോ ഞാൻ പറയുന്നത്, ഒരുപാട് ദുഷിച്ച മനസ്സുള്ള ആളുകളും ഉണ്ട് നമ്മൾക്കിടയിൽ. അപ്പോൾ അവരൊന്നും നന്നാക്കാനായിട്ട് നമ്മളൊരാളും അല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ വിചാരിച്ചാൽ പോലും നടക്കില്ല. അത് നന്നാക്കാനും കാര്യങ്ങൾക്കൊന്നുമല്ല നമ്മൾ പറയുന്നത്. അപ്പം നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു കിടപ്പെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു FBയിൽ വീഡിയോയിലൊരു കമൻറ്റ് കണ്ടായിരുന്നു, മൊത്തം തോൽവിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻസുകൾ വരും. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കമൻസുകൾ ഇടുന്നവരോടൊക്കെ നമുക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം അവർ കമൻസ് ഇടുമ്പോൾ പിന്നെ അതിന് ഇടയിൽ കമൻസുകൾ കയറിപ്പോയിട്ട് നമ്മുടെ വീഡിയോസ് റീച്ച് ആവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ നമ്മൾക്ക് ഏറ്റവും ഒരു വിഷമം തോന്നുന്നതെന്ന് പറയുന്നത്, നമ്മളുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരും കൂടെ അതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ്. എനിക്ക് നമ്മളുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളുകളോട് എപ്പോഴും എനിക്കൊരു സ്നേഹം തോന്നിയിട്ടുള്ളൂ. ഞാൻ ഇന്ന് വരെ എനിക്കറിയാവുന്ന കുറച്ച് പേരാണ്, അവർക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ സഹായങ്ങളെ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോഴും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓരോരുത്തർ ഞാൻ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള കുറേ അമ്മമാരെ എനിക്കറിയാം. ഞാൻ അവരെ പല രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്നെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഓരോ വളർച്ചയിൽ അവരൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറയാം, അവർക്കൊന്നും ഒരു അസൂയൊന്നുമില്ല, ഞങ്ങൾക്കും സ്വാധീനം പോലെ ആവണം, അല്ലെങ്കിൽ സ്വാധീനം ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കും ചെയ്യണം. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ആവാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ കുട്ടികളെ മാത്രം നോക്കിയിരുന്നിട്ട് നമ്മളുടെ കാലം കഴിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഒരാളും പറയില്ല നമ്മൾക്ക് കുട്ടീനെ നോക്കി നമ്മുടെ ജീവിതം അങ്ങനത്തതൊന്നും ഒരാളും തുറന്നു പറയില്ല. പക്ഷേ ഏതൊരാളുടെ മനസ്സിലും ഉണ്ടാവും, അയ്യോ നമ്മളൊന്നുമില്ലെങ്കിലും വിചാരിക്കും, എൻ്റെ മോൻ നോർമലായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. അങ്ങനെയെങ്കിലും വിചാരിക്കാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ എല്ലാവരും അത്ര വലിയ പുണ്യാളന്മാരൊന്നുമല്ല, അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിലും നമ്മൾ വിചാരിച്ച് പോവുക. അപ്പോൾ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾക്കും കൂടെ കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം. എന്ന് വെച്ച് നമ്മൾ മക്കളെ നോക്കരുത്, കുടുംബം നോക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. അത് അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ സന്തോഷങ്ങൾ ചെയ്യണം, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്കണം. അതിനോടൊപ്പം തന്നെ അവരും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ നമ്മളൊരു സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് സ്ത്രീക്കേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്നത് പോലെ ഒരാണിന് ചെയ്യാൻ പറ്റുമോ? അവർക്ക് അവർ ചെയ്യുന്ന ജോലി മാത്രമേ അവർക്ക് ചെയ്യാൻ പാടുള്ളൂ. ചെയ്യുന്ന ജോലിയോടൊപ്പം വീട്ടിലെ കാര്യങ്ങളും മക്കളെയും കൂടെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നക്ഷത്രം എണ്ണും. അപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം നോക്കി വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുന്നത് ശരിയല്ല. നമ്മൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും, നമ്മളൊന്ന് മനസ്സ് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ ഇപ്പോൾ വയ്യാത്ത ഉണ്ണിയാണെങ്കിൽ പോലും അവരെ നോക്കി മാത്രം ഇരുന്ന് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, എനിക്കൊന്നും ആവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മുഴുവൻ ഇങ്ങനെ പോയില്ലേ, അങ്ങനെ ഒരു ചെറിയൊരു വിഷമെങ്കിലും നമുക്ക് തോന്നും. അപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളും കുറച്ച് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക, എല്ലാം ഒരേ ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്നും സന്തോഷത്തോടെ നമുക്കിരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലും നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതാണ് സത്യം. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാം, അതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളുടെ മറ്റേ അവാർഡ് വാങ്ങാനാണ് കേട്ടോ.
ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ്ങിൻ്റെ സൂപ്പർ മോമിനും ബെസ്റ്റ് സ്മൈൽ ഓഫ് ദ ഇയറിനുള്ള അവാർഡ് വാങ്ങാനായിട്ടാണ് നമ്മൾ തൃശ്ശൂരിലോട്ട് പോകുന്നത് കേട്ടോ. കണ്ണൻകുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കണ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ചില സമയത്ത് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. കുറേ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം, ഇപ്പോൾ മൈക്കൊക്കെ വെച്ച് അങ്ങനെ നോർമലായിട്ടുള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ ആൾക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രോഗ്രാമുകളുണ്ടല്ലോ, അങ്ങനത്തെ കാണുമ്പോൾ ആൾക്കൊരു പേടിയാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു റീൽസ് എടുക്കണം, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആൾക്ക് പേടിയാണ്, എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്നൊക്കെയുള്ളൊരിതാണ്. അപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, കാരണം ബെസ്റ്റ് സ്മൈൽ ഓഫ് ദ ഇയർ ആണ് നീ വാങ്ങാൻ പോകുന്ന അവാർഡ്, നീ അത് വാങ്ങുമ്പോൾ കരയരുതിട്ട കണ്ണാന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയത് അവനെ. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ആൾ കുഴപ്പമൊന്നുമില്ല, ആളെല്ലാവരും കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ എത്താനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം റൂമിലൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ കാണാൻ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചിരിച്ച് എല്ലാവരുടെ അടുത്തും ചിരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ ഇങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തി, പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ്ങിൻ്റെ പ്രസിഡൻറ്റ് കനക മാഡത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. മാഡം നമ്മളുടെ വീഡിയോ കാണാറുണ്ട്, കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഹൈ പൊസിഷനിലിരിക്കുന്നതാണ് മാഡം, ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര. അപ്പോൾ ഇതാണ് കേട്ടോ മാഡം. അപ്പോൾ മാഡത്തിന് കണ്ണനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ മാഡമായിട്ടാണ് ആ ഒരു സംഘടനയിൽ നമ്മൾക്ക് ഈ വർഷത്തെ സൂപ്പർ മോമിനും അതുപോലെ ബെസ്റ്റ് സ്മൈൽ ഓഫ് ദി ഇയർ അവാർഡും ഒക്കെ പറഞ്ഞ് ഒക്കെ റെഡി ആക്കിയിട്ടുള്ളൊക്കെ ഉള്ളത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു കണ്ണനെ കണ്ടതിൽ. ഞങ്ങളും ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾക്ക് പോകാൻ പറ്റി, ഈ ഒരു അവാർഡ് ഞങ്ങൾക്ക് ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മക്കളെയും കൂട്ടി നമ്മൾക്ക് എന്താ പറയുക, അത് സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഞാനിതുപോലെ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടുമോ? എൻ്റെ മോന് ഈ ഒരു അവാർഡ് കിട്ടും. എൻ്റെ മോന് 4 ആൾ അറിയൂ ഇല്ല, നമ്മുടെ നാട്ടിലറിയും ഇങ്ങനൊരു വയ്യാത്തൊരു ഉണ്ണിയുണ്ട്, അവിടെ ഉണ്ട്, ഞങ്ങൾ പുറത്തേക്കൊന്നും കാണാറില്ല, അകത്താണ്. അങ്ങനെയായിരിക്കും സാധാരണ ഏതൊരു വയ്യാത്ത വീട്ടിൽ, കുട്ടികളുള്ള വീട്ടിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ല സമൂഹം അവരെ അറിയണം. അവർക്ക് വയ്യ എന്നത് അവരുടെ ഒരു കുറവാണോ? അല്ല, അവരെ നമ്മൾ പിന്നെ മുന്നിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. എൻ്റെ മോള് ഇത് കാണണം, പക്ഷേ എൻ്റെ മോളൊന്ന് വരണേ, പിള്ളേരൊക്കെ എയർപോർട്ടിലേക്ക് പോയി കൊണ്ടുവരും. നോക്കിയില്ലേ, എനിക്ക് ആ ചേച്ചീനെ മോനെയും കാണണം എന്ന് പറഞ്ഞാൽ കണ്ണനെ ആശുപത്രി ചേച്ചീനെ കാണണം എനിക്കിത് പറഞ്ഞു. ഇന്നലൊക്കെ ശരിയാക്കിയതാ, പക്ഷേ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവിടെ ഇരിക്കല്ലേ, എത്ര തവണ എല്ലാവരും മോളായിട്ട് വിചാരിച്ചേ വിവാദം പോയി പോയിട്ട് അസൂയ മുത്തുപോലെ ഒരു ബോർഡ് കയറുമ്പോ അവരുടെ ഇഷ്ടത്തിന് ഫോൺ മാത്രം എടുത്തല്ലേ. കണ്ണൻ ഹിയർ, മോനെ വെൽക്കം ചെയ്യട്ടോ. ഈ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട്, ആഘോഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്, അതായത് സമരം ചെയ്യുന്ന സൂപ്പർ മോം അവാർഡ് സ്വാതിക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാതി ഇത്രയും ബുദ്ധിമുട്ടി നമ്മളുടെ ഈ പ്രോഗ്രാമിന് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാതിയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. കുഞ്ഞുങ്ങളാണ് നമ്മളുടെ എല്ലാം, കുഞ്ഞുങ്ങളാണ് നമ്മളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ബെസ്റ്റ് സ്മൈൽ ഓഫ് ദ അവാർഡ് കൊടുത്തിരിക്കുന്നത് അനയ്ക്കാണ്. അപ്പോൾ അനയനെ ഞാൻ സ്നേഹത്തോടെ നമ്മളുടെ പരിപാടിക്ക് സ്വാഗതം ചെയ്യണം കേട്ടോ. അമ്മ എന്നുള്ളതിനൊക്കെ ഒരു അർത്ഥം നമുക്കങ്ങനെ കാണാൻ, നമ്മുടെ മുന്നിൽ കാണാൻ കഴിയണല്ലേ. നമ്മളൊക്കെ എത്ര
എത്രയോ ഭാഗ്യം ചെയ്തവരാണെന്ന് തോന്നും. പക്ഷേ ഐ തിങ്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോ എന്തോ മോൻ്റെ ഇട്ടപ്പോൾ എന്തിനാ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഷി വാസ് ലൈക്ക്, ഇത് എൻ്റെ കുട്ടിയല്ലേ, എൻ്റെ കുട്ടിയുടെ ഫോട്ടോ ഇട്ട എന്താ പ്രശ്നം എന്ന തരത്തിലാണ് ഐ തിങ്ക് ഷി സ്റ്റാർട്ടഡ് ദ ചാനൽ. പക്ഷേ നൗ ദാറ്റ് ചാനൽ ഇസ് ലൈക്ക് ഇൻസ്പിറേഷൻ ഫോർ മെനി. ഇങ്ങനെയുള്ള ഒരുപാട് അമ്മമാർക്ക് അതൊരു ഇൻസ്പിറേഷനാണ്. എത്ര അധികം അമ്മമാരാണ് അവരെ സ്നേഹിക്കുന്നത്. നമ്മളായാലും അതെ, കണ്ണനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ആൻഡ് അമ്മേനെ കാണുമ്പോൾ അതിനേക്കാൾ സന്തോഷം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. ലെറ്റ്സ് ഓൾ ഗിവ് എ വെരി ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദ സൂപ്പർ മോം. ആൻഡ് സ്മൈൽ ഓഫ് ദ ഇയർ അവാർഡാണ് നമ്മുടെ അനൈനുള്ളത്, ആൻഡ് സ്വാതി ഈസ് ദ സൂപ്പർ മോം. നമുക്ക് ആ അവാർഡ് കൊടുത്തിട്ട് നമുക്ക് ബാക്കി പ്രോഗ്രാമിലേക്ക് പോകാം. സോ ഐ റിക്വസ്റ്റ് our Kanaga aunty and all our dignitaries, Pearly ma'am, Sarla ma'am, എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ സച്ച് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. നമുക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മോനെ അവാർഡ് ഉണ്ട് കേട്ടോ. കുറച്ചൊരു മൂഡ് സ്വിങ്സ് ഉണ്ട്, എന്നാലും സാരില്ല. എനിവേ ഞങ്ങളാണ് Let's all witness this momentous moment. I'm already introduction ആകും. വലിയ വർത്തമാനങ്ങളൊക്കെ ഇരുന്ന് പറയുന്നുണ്ടാവും, പക്ഷേ അത് ക്യാമറയുടെ മുന്നിൽ നോക്കിയിട്ട് എനിക്ക് സംസാരിക്കാനൊക്കെ വിഷയമില്ല. എൻ്റെ ആകെ എന്നെ കാണുന്നത് കണ്ണനെന്ന് അല്ലെങ്കിൽ കല്യാണം മാത്രമാണ്. പക്ഷെ നാലാൾ കൂടുതലായിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. എന്നാലും രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയാനുള്ളത് കനകമേഡത്തിൻ്റെ അടുത്താണ്. മാഡം വീഡിയോസൊക്കെ കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ മാഡാണെന്ന് തോന്നുന്നത് ഇതിന് കൂടുതൽ എഫേർട്ട് എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോയിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡത്തിനെ പറ്റിയിട്ട്. ഒരുപാട് നന്ദി എല്ലാവരുടെ അടുത്തും. കണ്ണൻ എല്ലാവരും പറയും ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടി എന്തിനാണ് ഇങ്ങനെ പുറം ലോകത്തിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവന്ന്. പക്ഷെ എനിക്കറിയില്ല, നമ്മൾ അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെയൊക്കെ അടച്ചിട്ട് വളർത്തണം എന്നുള്ളതിനോട് ഞാനൊരിക്കലും യോജിക്കുന്നില്ല. അവൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും സന്തോഷം എന്ന് പറയും. നമ്മളിപ്പോൾ നമ്മളുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവനെ നോക്കി വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരോട് ചിലപ്പോൾ ഒരു പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അവരോട് ചിലപ്പോൾ ഒരു ദേഷ്യം തോന്നും. ഈ മോങ്കാരനല്ലേ എനിക്ക് എൻ്റെ സന്തോഷങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടമായിരുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ നമ്മളുടെ സന്തോഷങ്ങളും അവനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അവനോട് ദേഷ്യം തോന്നില്ല. നമ്മളുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനൊക്കെ എല്ലാ രീതിയിലും കാണാൻ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സഹകരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ഈ രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കണ്ണൻ തന്നെയാണ്. അപ്പൊ ഇതിനോട് എനിക്ക് താങ്ക്സ് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ കണ്ണനോട് തന്നെയാണ്. എല്ലാവരും അങ്ങനെ വയ്യാത്തൊരു കുഞ്ഞെന്നൊക്കെ പറയുന്ന ഒരു സിമ്പതിയൊക്കെ എനിക്ക് തരുന്നുണ്ടെങ്കിലും അവൻ കാരണമാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലോകത്തിൽ ഞാൻ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും കണ്ണനോടും പ്രത്യേകിച്ച് കനക മേഡത്തിനോടും ഒക്കെ ഞാൻ എന്തായാലും നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എത്ര വലിയ സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞല്ലേ. ഓപ്പണിംഗ് നോട്ടിൽ ഞാനും അതന്നെ പറഞ്ഞത്, എൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതാവരുത്, നമ്മുടെ സന്തോഷത്തിനൊപ്പം നമുക്ക് മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കാൻ കഴിയണം. ഷി ഹാസ് റിയലൈസ് ദാറ്റ്. എ വെരി ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ നോട്ട്. അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. And now let's move on to ഈ ലോകത്തിനും ഈ വരാനിരിക്കുന്ന ലോകത്തിനും ഒരു വലിയ മാതൃകയാണ് സ്വാതിക്ക്. അഭിനന്ദനങ്ങളെക്കാൾ അപ്പുറത്ത് ഞാൻ ചെയ്യുന്നത് സ്വാതിയുടെ മുന്നിൽ ഞാനൊരു ശിരസ് നമാമി മനസ്സ ശിരസ. ഇങ്ങനെ ഒരു അമ്മേനെ നമ്മളധികം കാണില്ല. എനിക്ക് തോന്നുന്നില്ല എനിക്കിങ്ങനെ ഒരു അമ്മയാവാൻ പറ്റുന്നു. എത്ര ക്ഷമയോടുകൂടി, എത്ര ഡെഡിക്കേഷനോടുകൂടി, എത്ര സഹനത്തോടു കൂടിയാണ് സ്വാതിയെ കൊച്ചിനെ കൊണ്ടു നടക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും. അതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ ശരിക്കും കുറേ നേരം കണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് നമുക്ക് അറിയാതെ വെള്ളം വരും. ഞാൻ കണ്ടു കനക സ്വാധീനം വിളിക്കാൻ പോയപ്പോൾ കനക സ്പെക്സ് നോക്കിയിട്ട് കണ്ണു തുടക്കുന്നത് ഞാൻ കണ്ടു. യഥാർത്ഥത്തിൽ എല്ലാ അമ്മമാരുടെയും ഉള്ളിലുള്ള ആ വേദനയാണ് കനകയുടെ കണ്ണിലൂടെ വന്നത്. അപ്പോൾ നമ്മൾ കരയുന്നതിനേക്കാൾ അപ്പുറം ബഹുമാനമാണ് നമ്മൾ സ്വാധിക്ക് കൊടുക്കുന്നത്. ഞാനും ഏറ്റവും ആഗ്രഹിക്കുന്ന അഭിനന്ദനങ്ങളെക്കാൾ കൂടുതൽ സ്വാതിയെ ഞാൻ ബഹുമാനിക്കുകയാണ്. സ്വാതിയെ ബഹുമാനിക്കാൻ തീരുമാനമെടുത്ത കനകയെയും ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും
ഹോൾ ചേംബർ ടീമിനെയും ഞാൻ ഹൃദയംഗമമായിട്ട് അഭിനന്ദിക്കേണ്ട ഏറ്റവും നല്ല സെലക്ഷനായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷമായി. എല്ലാവരും ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ്സ് പറഞ്ഞാലും മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നമ്മളുടെ എഫേർട്ട് അറിയുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക, ഒരാളെയും മോശം പറയാതിരിക്കുക. ഇപ്പോൾ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ അതിലൊക്കെ ഓരോ നെഗറ്റീവ് കമൻസൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എന്തിനാണ് ഇത്? കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണാതിരുന്നാൽ പോരെ. നമ്മളുടെ വീഡിയോസൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് കണ്ട് അതിന് നെഗറ്റീവ്സായിട്ട് കമൻസ് ഇടാനും വീഡിയോസ് ചെയ്യാനും ഒക്കെ നിൽക്കുന്നതെന്ന് പറയുന്നത് അവർക്കൊക്കെ വേറെ പണിയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ എല്ലാവരും വന്ന് കമൻസ് ഇടും, ആരാണെങ്കിലും എന്താണെങ്കിലും പറഞ്ഞിട്ട് സ്വാതി മൈൻഡ് ആക്കണ്ടെന്ന്. അതിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ, ഒരു മൈൻഡ് ആക്കൊന്നുമില്ല. പക്ഷേ എനിക്കിതിലൊരു വിഷമവുമില്ല, ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു വിഷമവുമില്ല. കാരണം നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിഷമിക്കുകയോ അല്ലെങ്കിൽ അത് ആലോചിച്ചിരിക്കുകയോ ഒക്കെ വേണ്ടത്. പക്ഷേ ഇത് നമുക്ക് അവരുടെ അടുത്തൊരു സഹതാപമാണ് തോന്നുന്നത്. അയ്യോ, അവരുടെ മനസ്സ് ഇത്രയും ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഒരു കുഞ്ഞ് അവരുടെ കൂടെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ കുഞ്ഞിനെയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റണേ. അങ്ങനെയൊക്കെയുള്ളൊരു സഹതാപമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് തോന്നുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി. വലിയ പൊസിഷനിലിരിക്കുന്ന ഒരുപാട് ആളുകളാണ് ഈ ഒരു ഇതിൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരും ബിസിനസ് വുമൻസ് ആണ് കേട്ടോ. ബിസിനസ് വുമൻസിൻ്റെ ഒരു സംഘടനയാണ് ഇത്, ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ് എന്ന് പറയുന്നത്. വലിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളാണ്. അവരുടെയൊക്കെ കൂടെ ഒരു സദസ്സ് പങ്കിടുക, അവരുടെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടുക, അവരിൽ നിന്നെല്ലാം ഒരു അവാർഡ് വാങ്ങുക എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവർക്കൊന്നും ചിലപ്പോൾ ഒരു വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. ചിലരൊക്കെ പറയാറുണ്ട് എന്ത് നേടിയെടുത്തു എന്നൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട്, എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ തന്നെ എനിക്ക് കിട്ടുന്ന വലിയൊരു അവാർഡ് തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു അംഗീകാരം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അവരൊക്കെ അത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ലേഡീസാണ്. അവരുടെ സംഘടനയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നതുകൊണ്ട് എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊന്നും നേടിയെടുത്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഞാനൊന്നുമല്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിലൊരു കോൺഫിഡൻസ് വേണം, നമ്മൾക്കൊരു വിശ്വാസം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും. അപ്പോൾ ഞാൻ പറയുകയാണ്, ആരൊക്കെ എങ്ങനെയൊക്കെ തളർത്താൻ നോക്കിയാലും തളരാനും കരഞ്ഞിരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം എൻ്റെ ജീവിതം എനിക്ക് പുറകോട്ടല്ല കൊണ്ടുപോകേണ്ടത്. പുറകിൽ ഞാൻ ഒരുപാട് വിഷമിച്ച് തളർന്ന് കരഞ്ഞിരുന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കിനി പുറകോട്ട് പോകാൻ പറ്റില്ല. എനിക്കിനി മുന്നോട്ട് തന്നെ പോകണം. അതും തനിച്ചല്ല, എൻ്റെ കണ്ണൻ്റെ കൈ പിടിച്ച് തന്നെ എനിക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും തന്നെ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നത് പോലെ ലൈക്ക്, ഷെയറും കമൻറ്റൊന്നും ചെയ്യാനായിട്ട് ആരും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.